ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി തന്റെ സഹോദരങ്ങളായ സെയ്സി ലാനിസ്റ്ററുടെയും ജോയ്മി ലാനിസ്റ്ററുടെയും അടുത്തേക്ക് ചെന്ന ടിരിയൻ ലാനിസ്റ്ററോട് സെർസിയുടെ മകൾ മെർസെല്ല ബ്രാൻ സ്റ്റാർക്കിനെ പറ്റി ചോദിക്കും. നിലവിൽ ബ്രാൻ കണ്ണു തുറക്കാതെ കിടക്കുകയാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് വേണേലും അവൻ ഉണരാമെന്നും എന്നാൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയെന്ന് മേസ്റ്റർ പറഞ്ഞതായി ടിരിയൻ അറിയിക്കും. സെർസിയും ജെയ്മിയും ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും അത് കാണിക്കാതെ ജെയ്മി പറഞ്ഞു, ഒരുപക്ഷെ എനിക്കാണ് ഈ അവസ്ഥ വന്നിരുന്നുവെങ്കിൽ കിടക്കയിൽ കിടന്ന് നരകിക്കാതെ മരിക്കാനേ ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. ഇത് കേട്ട ടിരിയൻ പറഞ്ഞു, മരണം എന്നത് ഉറപ്പായും ഒരവസാനം തന്നെയാണ്, എന്നാൽ ജീവിതത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. അവിടുന്ന് സെർസി ബ്രാനെ കാണാൻ അവന്റെ റൂമിലെത്തുമ്പോൾ അവന്റെ അമ്മ കാറ്റലിൻ സ്റ്റാർക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴുള്ള തന്റെ മക്കൾ ജനിക്കുന്നതിന് മുന്നേ തനിക്ക് കറുപ്പ് തലമുടിയുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു എന്നും പനി കാരണം അവൻ മരണപ്പെട്ടു പോയി എന്നും എന്നാൽ ഇതുവരെയും താൻ ആ കുഞ്ഞിന്റെ കല്ലറയിൽ പോയിട്ടില്ല എന്നും കാറ്റലിനോട് സെർസി പറഞ്ഞു. നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് സെർസി അവിടെ നിന്ന് പോകും. നൈറ്റ് വാച്ചിലേക്ക് പോകാൻ നെഡ് സ്റ്റാർക്ക് സമ്മതിച്ചതിനാൽ ആലയിൽ നിന്ന ജോൺ സ്നോയുടെ അടുത്തേക്ക് ജെയ്മി ലാനിസ്റ്റർ എത്തി കളിയാക്കുന്ന രീതിക്ക് നൈറ്റ് വാച്ചിലേക്ക് പോകുന്നതിന് അഭിനന്ദനങ്ങൾ അറിയിക്കും. ജോൺ അവിടെ നിന്നും തന്റെ ഇളയ സഹോദരിയായ ആര്യ സ്റ്റാർക്കിന്റെ റൂമിലെത്തി അവൾക്കൊരു വാൾ സമ്മാനമായി നൽകും. ആര്യ ആ വാളിന് നീഡിലെന്ന് പേരിടും.